നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. CPM എന്ന പാർട്ടിയിൽ ഒരു വൻമരം കൂടി വീണിരിക്കുന്നു. CPMന്റെ LDFന്റെ കൺവീനർ സ്ഥാനം വഹിച്ചിരുന്ന EP ജയരാജനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുന്നു. BJP ബാന്ധവത്തിന്റെ പേരിൽ CPMലെ കേരളത്തിലെ തലമുതിർന്ന നേതാവിനെതിരെ ഏറ്റവും ശക്തമായ അച്ചടക്ക നടപടി തന്നെ CPM എടുത്തിരിക്കുകയാണ്. പിണറായി കഴിഞ്ഞാൽ കേരളത്തിലെ പാർട്ടിയിൽ ഏറ്റവും സീനിയോറിറ്റിയുള്ള, ഏറ്റവും തലപ്പൊക്കമുള്ള EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ഈ നടപടിക്ക് പിന്നാലെ CPM സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ ഖിന്നനായി കണ്ണൂരിലേക്ക് തിരിച്ചു EP ജയരാജൻ. EP ജയരാജൻ ഇതാദ്യമായല്ല വിവാദങ്ങളിൽ പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം, അതിന് തൊട്ടു മുൻപ് ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിവിട്ട വിവാദമാണ് കൊടുങ്കാറ്റായി CPMനെ ആഞ്ഞടിച്ചത്. EP ജയരാജൻ BJPയിലേക്ക് ചേരാൻ ചർച്ച നടത്തി. പ്രകാശ് ജാവ്ദേക്കറുമായി കണ്ടു. തൃശൂരിൽ വച്ച് തന്റെ സാന്നിധ്യത്തിൽ EP ജയരാജൻ BJP നേതാക്കളുമായി സംസാരിച്ചു എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. ആ ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ CPM കേന്ദ്രങ്ങളെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചത്. എന്നാൽ അതിന് പിന്നാലെ ഈ വിഷയം സ്ഥിരീകരിച്ച് EP ജയരാജൻ രംഗത്ത് വന്നു എന്നുള്ളതാണ് CPMന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി. തിരുവനന്തപുരത്ത് തൻ്റെ മകന്റെ ഫ്ളാറ്റിൽ വച്ചാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്ന് EP ജയരാജൻ പറഞ്ഞു. തന്നെ ആരോ ഫോൺ വിളിക്കുകയായിരുന്നു, മകന്റെ ഫ്ളാറ്റിലുണ്ടോ എന്ന് ചോദിച്ചു. അതിന് പിന്നാലെ 2 മിനിറ്റുകൾക്കകം 2 പേർ തൻ്റെ ഫ്ളാറ്റിലേക്ക് കയറി വന്നു. അതിലൊരാൾ BJPയുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ എന്ന് മനസ്സിലായി. എന്നാൽ താൻ രാഷ്ട്രീയം ഒന്നും സംസാരിച്ചില്ല. വീട്ടിൽ കയറി വന്ന ഒരാളെ ഇറങ്ങിപ്പോകാൻ പറയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ അവരുമായി കുശലം സംസാരിച്ചു. അതിനുശേഷം അവർ ഇറങ്ങിപ്പോയി. എന്നാൽ EPയുടെ ഏറ്റുപറച്ചിൽ പാർട്ടിയെ വമ്പൻ പ്രതിരോധത്തിലാണ് ആക്കിയത്. EPയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ, അല്ലെങ്കിൽ EPയുടെ ഏറ്റവും വലിയ സുഹൃത്തായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ EP ജയരാജനെ തള്ളിപ്പറഞ്ഞു. EP ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തെറ്റാണ് സംഭവിച്ചതെന്നായിരുന്നു പിണറായിയുടെ വിമർശനം. അങ്ങനെ EP അല്പം ഖിന്നനായി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ BJP ബാന്ധവമാണ് ഇപ്പോൾ EP ജയരാജനെതിരെ നടപടിയെടുക്കാൻ CPMനെ പ്രേരിപ്പിച്ചത്. നാളെ മുതൽ സംസ്ഥാനത്ത് CPMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വമ്പൻ തെറ്റുതിരുത്തൽ നടത്തിയെന്ന് അണികളെ ബോധ്യപ്പെടുത്തുകയാണ് EP ജയരാജനെതിരെയുള്ള നടപടിയിലൂടെ CPM ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി, വമ്പൻ പരാജയമാണ് CPMന് കേരളത്തിൽ ഉണ്ടായത്. അത് മാത്രവുമല്ല, പല സ്ഥലങ്ങളിലും BJPയേക്കാൾ വോട്ട് കുറഞ്ഞു CPMന് എന്നത് CPMനെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചത്. തങ്ങളുടെ വീഴ്ചകൾ, കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന പിന്നാലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്, പല വീഴ്ചകളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകും പാർട്ടി എന്ന് പറയുമ്പോൾ അതിന് അണികളെ ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് EP ജയരാജനെതിരെയുള്ള നടപടി. CPMൽ പിണറായി വിജയന്റെ മാനസപുത്രൻ എന്ന് കരുതിയിരുന്ന, പിണറായി വിജയന്റെ വിശ്വസ്തനായ, CPMൽ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന, പാർട്ടിയുടെ രഹസ്യങ്ങൾ ഏറ്റവും അറിഞ്ഞിരുന്ന ഒരു വ്യക്തി പാർട്ടി നടപടി നേരിട്ടിരിക്കുന്നു. EP ജയരാജനെതിരെ ഒരിക്കൽ കൂടി പാർട്ടി നടപടിയെടുത്തിരിക്കുകയാണ്. ഈ നടപടിക്ക് പിന്നാലെ EPയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ട പ്രസക്തമായ കാര്യം. മാധ്യമങ്ങൾ EPയോട് ഈ നടപടിയെക്കുറിച്ച് ചോദിച്ചുവെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ അപ്പോൾ പറയാം എന്ന ഒറ്റവരി മറുപടി മാത്രമാണ് EP ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതാദ്യമായിട്ടല്ല EP വിവാദങ്ങൾ പെടുന്നത്. നിരവധി വിവാദങ്ങൾ, ദേശാഭിമാനി ബോണ്ട് വിവാദം, അതുപോലെ തന്നെ മരുമകന്റെ നിയമന വിവാദം, അങ്ങനെ നിരവധി വിവാദങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ EP ചെന്നുപെട്ടിട്ടുണ്ട്. എന്നിട്ടും ഓരോ ഘട്ടങ്ങളിലും EP കൂടുതൽ ശക്തനായി പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ തിരിച്ചടി, ഈ നടപടിയിൽ നിന്ന് EP കരകയറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇനി ഒരു പക്ഷേ ഈ നടപടിക്ക് പിന്നാലെ EP BJPയിലേക്ക് എത്തുമോ എന്നുള്ള സംശയങ്ങളും പലർക്കുമുണ്ട്. ഈ നടപടിയിൽ ക്ഷുഭിതനായി അങ്ങനെയെങ്കിൽ ഇനി BJP പാളയത്തിലേക്ക് ചേക്കേറാം എന്ന് EP ജയരാജൻ ചിന്തിക്കുമോ എന്ന സംശയവും പല രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്നുണ്ട്.
എന്തായാലും CPM-ലെ കേരളത്തിലെ തലത്തൊട്ടപ്പനായ ഒരു നേതാവ് കൂടി വീണിരിക്കുന്നു. പിണറായി വിജയന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു.